ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. സൺഡേയിലൊക്കെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു, പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. പിന്നെ എന്താ നമ്മൾ വാങ്ങിച്ചേ? ബീഫ് വാങ്ങി. ബീഫ് ഒന്ന് ഇഷ്ടം ഉണ്ടാക്കാൻ പോലും പിന്നെ ഇന്ന് കപ്പയിട്ട് വെക്കാൻ പോലെ നല്ല കപ്പയായിട്ട് വെച്ചേക്കണം. അപ്പോൾ കപ്പയിട്ട് വെക്കണം. എങ്ങനെ വെക്കണം? അപ്പോൾ ഞാൻ കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചേട്ടൻ കുടിക്കുന്നത് എന്താണെന്നറിയോ? പാലും വെള്ളം. ഞാൻ കുട്ടിയല്ലേ. എന്താ പരിപാടി ഇന്ന് നമുക്കൊരു ലഞ്ച് ഉണ്ടാക്കിയാലോ? ലഞ്ച് ഉണ്ടാക്കാം. സൺഡേ സ്പെഷ്യൽ. അതെ, സൺഡേ സ്പെഷ്യൽ. നമ്മൾ കൊച്ചിക്കാർക്ക് ബീഫില്ലാതെ എന്ത് സൺഡേ അല്ലേ? താരയുടെയൊക്കെ അവിടെ സൺഡേ എങ്ങനെയാണ്? സൺഡേയിൽ ബീഫൊക്കെ എല്ലാ സൺഡേയിലും വാങ്ങുന്നവരും ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ എല്ലാ സൺഡേയിലും മിക്കവാറും മീനായിരിക്കും. ബീഫൊക്കെ വല്ലപ്പോഴും വാങ്ങുള്ളൂ. ചിക്കനോ വല്ലപ്പോഴും. ഡെയിലി മീൻ ഉണ്ടാവും ഇവിടുത്തെ പോലെ തന്നെ. പക്ഷെ മത്തിയും ചൂരയും പിന്നെന്താ ചുമന്ന മീനില്ലേ, ചെങ്കലവ, അതൊക്കെ എനിക്കിഷ്ടം. നമ്മ എന്തൊക്കെയാ മേടിച്ചത്? പള്ളിയിൽ തോന്നിട്ട് എന്തൊക്കെയാ മേടിച്ചാ? ബ്രെഡ് വാങ്ങിച്ചു, പിന്നെ ചപ്പാത്തി വാങ്ങിച്ചു. ചപ്പാത്തി നമുക്ക് വൈകിട്ട് എടുക്കാം. ചപ്പാത്തി അല്ലേ? പിന്നെ പഴം വാങ്ങിച്ചു. പഴം. പച്ചക്കറികൾ എന്താ? കുറച്ച് പച്ചക്കറി വാങ്ങിച്ചു. ചേട്ടൻ ഇഷ്ടപ്പെട്ട വെണ്ടയ്ക്ക. അയ്യോ മരുന്നില്ലല്ലോ. ഞാനിപ്പോ മെഴുക്കുവരട്ടി എന്ന് പറയാൻ തുടങ്ങിയണ്ട. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അമ്മച്ചിയുടെ സ്പെഷ്യൽ എന്താ അമ്മച്ചി? അമ്മച്ചിയുടെ ഇന്ന് കപ്പ നല്ല ഒന്നാന്തര കപ്പയുണ്ട്. ആ കപ്പയിട്ട് വെച്ചാലല്ലേ ആദ്യം കപ്പയിൽ നിന്ന് വെക്കുള്ളൂ. ബീഫും കപ്പയും. അപ്പോൾ സൺഡേ ഞങ്ങൾ തുടങ്ങണേ എന്താ പള്ളിയിൽ തേങ്ങിട്ട് തുടങ്ങാലോ? അപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ സെവനപ്പ് മേടിക്കാൻ വേണ്ടി വന്നത്. എന്താ സെവനപ്പ് കിട്ടി. ഒരാളവിടെ നിന്ന് മിറ്റടിക്ക് നോക്കിയേ. താരേ രാവിലെ വൈകുന്നേരം വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കട്ടെ. റൊട്ടീൻ പോലെയാണ് അത്. വൃത്തിയാക്കിയില്ലെങ്കിൽ താരക്കൊരു സമാധാനമാവില്ല. എന്താ ചിരിക്കണ? പാല് വാങ്ങിച്ചോ? പാല് വാങ്ങിച്ചില്ല. സെവനപ്പ് പാത്രം കിട്ടിയാൽ വാങ്ങിച്ചത്. പാല് വാങ്ങാൻ എന്താ മറന്നുപോയി. പറഞ്ഞില്ലല്ലോ. പായസം ഉണ്ടാക്കാൻ വല്യമ്മച്ചി തന്നു വിട്ടില്ലേ സേമിയ കിറ്റ്? പാല് ഞാൻ മേടിക്കാം. ഉച്ചയായിട്ട് മേടിക്കാം. അമ്മച്ചി എന്തേ? അമ്മച്ചി അടുക്കളയില. കറിയായ ആവുന്നുണ്ട്. വാ. കറി റെഡി ആയിക്കൊണ്ടിരിക്കണേ. എന്താ നല്ല ചൂട്. ഇറച്ചി കഴുകി അടുപ്പത്ത് വെച്ച് അതിനിട്ട സാധനങ്ങൾ 2 പച്ചമുളക് കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞിടുക. വേപ്പില ചെറുതാക്കി അരിഞ്ഞിടുക. ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, അതിൻ്റെ അകത്ത് തൊണ്ട് നന്നായിട്ട് കളഞ്ഞിട്ട് മണ്ണിടുക. ഇഞ്ചി ചതച്ചത്, പട്ട, കറിയാമ്പ്, ഇലക്ക ഇതെല്ലാം കൂടി ചതക്കണം. ചതച്ചതിന് ശേഷം അതിനകത്ത് ഇടുക. അപ്പോഴാണ് നമ്മുടെ ഇറച്ചിൻ്റെ നല്ല പോലെ ഈ കറി സാധനങ്ങൾ പിടിക്കും. അത് നല്ലൊരു സ്വാദുമായിരിക്കും, നല്ലൊരു മണവുമായിരിക്കും. കപ്പ പുഴുങ്ങി വേറെ ഇടണം. പട്ട, കറിയാമ്പ്, ഇലക്ക, കുരുമുളക്. കപ്പ ഇറച്ചി വന്നതിന് ശേഷം സ്വല്പം കുരുമുളക് എന്ന് വെച്ചാൽ കുരുമുളക് ചതച്ചതേ ഇടാൻ പാടില്ല. ഇപ്പം പൊടിയാണ്. ഞാൻ ചതച്ചത് ഇട്ടിട്ടുണ്ട്. പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എത്ര വിസിലടിക്കണം ചെയ്ത്? ഇതൊരു 7 വിസിലടിക്കണം. ഇറച്ചി അത്രയ്ക്ക് നൽപ്പല്ല. ഇത് നെയ്യും എല്ലൊക്കെ വേണം. കൂട്ടിക്കോന്നാ കൂട്ടാം. അപ്പോൾ ഇത് വെന്തിട്ട് കാണിക്കാം. ഇറച്ചി തീരെ മോശം. ഇറച്ചി കൊള്ളുമല്ല. കപ്പയ്ക്ക് നല്ല ഇറച്ചി ആയിരിക്കണം. നല്ല ഇറച്ചി നല്ല കപ്പ, എന്നാലും ഇതിന് ഗുണമുണ്ടാവുള്ളൂ. കപ്പയിട്ട് നല്ല ഇറച്ചി എന്ന് പറയാൻ എങ്ങനെയാ? നല്ല ഇറച്ചിയുടെ നെയ്യുള്ള ഇറച്ചിയാണ് ഇതിന് ആവശ്യം. കപ്പ ഇട്ടു. ഇളക്കി കൂട്ടിയോ? ഇനി തിളച്ചൊന്ന് വറ്റി വന്നു കഴിയുമ്പോൾ കപ്പ ഇട്ട് വെച്ചാൽ ബീഫ് കറിയായി. നല്ല ടേസ്റ്റാണ് ഇത്. ബീഫിലൂടെ പല സാധനങ്ങൾ ഇട്ട് കൊടുക്കട്ടെ ഞങ്ങൾ. പിന്നെ അമ്മച്ചി കപ്പയിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നെയ്യുള്ള ഇറച്ചി ആയിരിക്കണം. കപ്പ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും. നെയ്യില്ലാത്ത ഇറച്ചിയായി പോയി. നെയ്യുള്ള ഇറച്ചി നെയ്യുള്ള ചാളക്കും നല്ല കപ്പ നല്ലതാണ്. കപ്പ കൂടുതലായി പോയാ? ഇല്ല, ഈ കപ്പ നല്ലതാണ്. എല്ലാവരും കഴിക്കും. തിളച്ചു വരട്ടാ. ചാറ് നോറ്റി വരുമ്പോൾ സംഭവം സെറ്റായി.
അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടാക്കുന്ന ആളെ നോക്കൂ. ആളെ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ. നീ വരെയെന്ന് മുമ്പ് ഇതുപോലത്തെ പണിയൊക്കെ ചെയ്യും. ചെറുതാക്കണ വലുതാക്കണ ചേട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്യോ. നീയല്ലേ മെഴുക്കൂട്ടി ഉണ്ടാക്കണത്. ചേട്ടനല്ലേ ഇഷ്ടമുള്ളത്. ഈ ഒരു കാലും ചോദ്യാ ഈ അളവ്. അളവും കാര്യങ്ങളും നോക്കണ്ട. ടേപ്പ് എടുത്ത് കഴിഞ്ഞാൽ അളന്ന് മുറിക്കാം പോലെ. അമ്മച്ചി ചെറിയ അളവ് മതിയാ അമ്മച്ചി? വെണ്ടക്ക ഭയങ്കര ചെറുതാക്കണ? കുറച്ച് സ്പീഡിലരിയൂ. നോളായി പോവല്ലേ? നോക്കിയേ അമ്മച്ചി, നോക്കിയേ. ഇവിടെ വാ, അടുത്തേക്ക് വാ. കണ്ണാണാൻ പറ്റണ്ട. വലിപ്പം ഇത്ര വേണം? സാമ്പാറിനല്ലേ മെഴുക്കുവരട്ടിയാ? ഇത്തിരി വലുതാക്കിയിട്ടുണ്ട്. നല്ല നാടൻ വെണ്ടയ്ക്ക അമ്മച്ചി. അരിയുമ്പോൾ തന്നെ അറിയാം. ഇതെന്നാ സാമ്പാറിനാണോ കട്ടിക്കുന്നത്? എന്താ പല ആളെ വായ്പോണല്ലേ? ചെറുതാക്കണം അമ്മച്ചി. ഇത് വലിപ്പം കൂടുതലുണ്ട്. നല്ല വെണ്ടക്ക. അമ്മച്ചിക്ക് വെണ്ടക്ക കൃഷിയൊക്കെ ഉണ്ടായി. വെണ്ടയ്ക്കയുടെ വാല് കളയേ. പാലും തലയൊക്കെ ഉണ്ടാ? അത് കൊള്ളാം. വെണ്ടക്കും പാലുണ്ടാ? കുരങ്ങാണോ? അത്ര ഇഷ്ടമാണോ വെണ്ടയ്ക്ക മെഴുക്ക്? ഈ വെണ്ടക്ക ഇഷ്ടം. ഇത് ഫുള്ള് കഴിക്കണം കേട്ടോ. അപ്പം എന്ന് പറഞ്ഞിട്ട് പോയ കാര്യം, വെണ്ടക്കേ ഞങ്ങളുടെ പറമ്പിലുണ്ടായിരുന്നു. നമ്മ ഇപ്പൊ താമസിക്കണ ആ വീടില്ലേ, അവിടെ ഒരു വരമ്പായിരുന്നു. അപ്പൊ വെണ്ടക്ക, ഇളയ വെണ്ടക്ക ഉണ്ടാക്കുമ്പോ ഉണ്ടാവുമ്പോ എന്താ പറയാ, മഴയത്തൊക്കെ ഞങ്ങൾ പച്ചക്ക എടുത്തിട്ടില്ലേ, കാണിച്ചുതരാം. കഴിയതല്ലേ? വെണ്ടക്കാത്തോട്ടം പോലെ ഉണ്ടാവേ. അപ്പൊ വെണ്ടക്ക, വെള്ളിരിക്ക ഇതൊക്കെ ഇത് സ്കൂളിലെ കാലഘട്ടത്തിലേക്ക് ഇതൊക്കെ തിന്ന് വെച്ചപ്പോ അല്ലേ, വിശപ്പ് മാറ്റിയിട്ടുണ്ട്. വെണ്ടക്ക, ഇളയ വെണ്ടക്ക കഴിച്ചിട്ട്. പിന്നെ നമ്മുടെ കോഴിമുട്ട, താറാമുട്ടയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഭക്ഷണം. അതെ. പിന്നെ കൊഴുപ്പില്ല, കൊഴുപ്പച്ചീര. അതെന്താ? കൊഴുപ്പച്ചീര ചീരയുണ്ട്. അത് പച്ച കളർ. അതിന് പൈസ കൊടുത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല, പറമ്പിൽ ഇറച്ചതായിരിക്കും. പച്ച കളറിൽ പിന്നെ തോട്ടിലൊക്കെ വരും അത്. എന്നിട്ട് ഞങ്ങൾ സ്കൂളിൽ പോയൊന്നും പോയി ആ ചീര വെട്ടി ഞങ്ങൾ എല്ലാവരും കൂടി അമ്മച്ചിക്ക് കൊടുക്കും. ഒരു ചട്ടി നിറച്ചുണ്ടാവും. അതും കുറച്ച് ചെമ്മീനും കൂടി മേടിക്കും. എന്നിട്ട് അത് വേവിക്കും. പേരിട്ട് വേവിച്ച് കഴിയുമ്പോൾ എന്താ പറയുക, ചോറിനെക്കാളും കൂടുതൽ ഈ പറഞ്ഞ കറിയായിക്കോളും. ഭയങ്കര ഇഷ്ടമാണ് അത്. ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിലായിരുന്നിട്ട് അത് ഭയങ്കര ടേസ്റ്റാണ്. ചേട്ടന് എപ്പോഴും പഴയ കാലമാണല്ലോ പറയാ. ഞാൻ പഴയതല്ലേ. ചേട്ടനിപ്പോ എന്ത് കാര്യം എടുത്താലും, ഫുഡിന്റെ ആണെങ്കിലും എന്ത് കണ്ടാലും അതിലൊരു സ്റ്റോറി ഉണ്ടാവും. അതല്ല, എനിക്ക് പഴയ കാലഘട്ടത്തിലേക്ക് പോകാൻ ഇഷ്ടം. ഏറ്റവും നല്ല കാലഘട്ടം പഴയ കാലഘട്ടം. പഴയ കാലത്തോട്ടൊന്ന് പോയാലോ? ഇനി പോകാൻ പറ്റൂല. പഴയകാലം പറഞ്ഞെല്ലാം 10-12 പേരെ ഉണ്ടായി. വന്ന വിരുന്നായി നമ്മൾ വിരുന്ന് പോയില്ല. ചിക്കിറങ്ങി വിളക്കൊക്കെ പറിച്ചിന് മാവുണ്ടായി, ഉന്നാളാടും. നല്ല ഇപ്പം നമ്മളല്ല ഏത് പരിസരത്തെ ആൾക്കാരും കാരണന്മാരായ ഒരു വരെ ഇവിടെ വന്ന് ആടിപ്പോയിട്ടുള്ള ആളുകളൊക്കെ പറയും ഇന്നാളാണ്. എന്നെ വിരുന്നാരാണെങ്കിലും കുറേ ദിവസം കഴിഞ്ഞാൽ പോകുമ്പോഴേക്കുന്നു. ചോറ് കാലായ മനസ്സിലായില്ലല്ലേ? ചോറ് റെഡിയായോ? ആ, ചോറ് റെഡിയായിട്ടുണ്ട്. താര ക്യാമറമാൻ രാജയല്ലേ ഇപ്പൊ താരയുടെ ക്യാമറ എടുക്കുന്നത്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് കഴിച്ചാലോ നമുക്ക്? കഴിക്കാം അല്ലേ? അമ്മച്ചി രാവിലെ ഒന്നും കഴിച്ചില്ലല്ലേ? ചേട്ടനെന്താ രാവിലെ കഴിച്ചത്? രാവിലെ പാലും പിന്നെ ഒന്നും കഴിച്ചില്ലല്ലോ. കഴിച്ചില്ലേ? എന്താ പഴംപൊരി കഴിച്ചില്ലേ? ആ, പഴംപൊരി പകുതി കഴിച്ച് മറന്നു. ബ്രെഡ് കഴിച്ചില്ലേ? ബ്രെഡും കഴിച്ച്. ബ്രെഡ് പറയണം. ആണുങ്ങൾക്കൊന്നും അല്ലാതെ ചേട്ടനല്ലേ പറഞ്ഞു ഇപ്പൊ വേണ്ടാന്ന്. ഇപ്പൊ വേണ്ടത് ഞാൻ പറയാറില്ല. തന്നോ? പിന്നെ ഇഷ്ടം കൂട്ടി കഴിച്ചില്ലേ ബ്രെഡ്? ഇഷ്ടം കൂട്ടി കുറച്ച് കഴിച്ച്. ഇതെല്ലാം മറന്നു. ഞാൻ താരയുടെ വീട്ടിൽ പോയപ്പോളേ, ഞാൻ ഇവിടുന്ന് താരക്കൊരു കോഡ് ഭക്ഷണം കൊടുത്ത്. ഞാൻ നിന്റെ വീട്ടിൽ വരാൻ നേരത്തെ എന്ത് ഭക്ഷണം എടുക്കുമ്പോൾ വേണ്ടെന്ന് പറയും. 2 പ്രാവശ്യം വേണ്ടെന്ന് പറഞ്ഞാൽ നീ മനസ്സിലാക്കിക്കോളണം വേണമെന്ന്. രണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കും. താര ചോദിക്കും ചിക്കൻ കറി വേണോ? വേണ്ട. അപ്പൊ കുറച്ചും കൂടി ഇട്ട് കൊടുക്കും. അപ്പൊ കുറച്ചും കൂടി ഇരുന്നോ? അതൊക്കെ ഓടാറുന്നു. അല്ലെങ്കിൽ അവിടെ വെച്ച് വേണമെന്ന് അങ്ങനെ പറഞ്ഞ നടക്കേടല്ലേ. എന്ത് നടക്കേട്? പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേണമെന്ന് പറയും. ആദ്യ ദിവസത്തെ പ്രശ്നം ഉണ്ടായുള്ളൂ.
അപ്പോൾ നമുക്ക് ചോറും കറിയൊക്കെ റെഡിയാക്കി കഴിക്കാം. ഓക്കെ, കഴിക്കാം. ഈ വെണ്ടക്കായേ ആ ഇങ്ങനെ ഞാൻ കോന്തും ഉം. വാലും തലം കഴിച്ച് എന്നിട്ട് ഇങ്ങനെ കറി ഇട്ട് വാട്ടിയെടുക്കും. അത് മറ്റേ ഡിഷിൻ്റെ പരിപാടിക്ക് ആ ആ അതുപോലെ അതും നല്ല ടേസ്റ്റാണ്. വെണ്ടക്കാക്ക് അതാ ഇവിടെ നിർത്താൻ പറ്റും, അല്ലെങ്കിൽ ആൾക്കാർക്ക് ബോറടിക്കും. ആഹാ, ഗ്ലാസ് വെച്ചപ്പോ ചേട്ടനെ കാണാൻ എന്ത് ഭംഗിയാ. മറ്റേ ഉള്ളി ചെറുതാക്കണ വലുതാക്കണ എന്ത് ലുക്കാ കാണാൻ. ചെറുപ്പത്തിലേ പക്ഷെ ഉള്ളി അറിയാമല്ലോ. നീ ക്ലാസ് വെച്ചേക്കണ മാത്രം കാണിച്ചാൽ പറ്റുന്നത് ഇന്ന് നാണം കെടുത്താൻ വേണ്ടി. അല്ല ചെറുപ്പത്തിലേ പറഞ്ഞേ ഉള്ളി അരിയുമ്പോ കണ്ണീന്ന് വെള്ളം വരും. അപ്പൊ എല്ലാരും കണ്ടോളൂ കേട്ടോ. ചേട്ടൻ പുറത്തു പോയാലും ഗ്ലാസ് വെക്കും, രാത്രി ആണെങ്കിലും വെക്കും, ഉള്ളി എരിഞ്ഞാലും വെക്കും, ഇതിലൊരു കഥയുണ്ട്, വെക്കും. ചെറിയൊരു കഥയുണ്ട്. ചെറുപ്പം തുടങ്ങി ഈ ഉള്ളി അരിയുമ്പോഴേ എന്റെ കണ്ണീന്ന് വെള്ളം വരും. അപ്പൊ അമ്മ ചോദിക്കും എന്തിനാടാ കരയണേന്ന് ചോദിക്കും. ആ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ക്ലാസ് വെച്ച് ഉള്ളി അരിയണത്. ഞാനിതേ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണ്. സ്റ്റൈലായിട്ടുണ്ടല്ലേ, നല്ലതല്ലേ ഇത്. ടിപ്സ് ആണ് ഇത്. എല്ലാരും കണ്ടോളൂ ടിപ്സ് ചേട്ടന്റെ. എന്തായി അമ്മച്ചി പൂച്ചയാണ് അവിടെ, ചിന്നപ്പൂച്ച. ചിന്നപ്പൂച്ചേ എന്തേ തള്ളിയിടല്ലോ. സ്റ്റീൽ പാത്രത്തിന് സൗണ്ട് ആയിട്ടില്ലെങ്കിൽ പിന്നെ അല്ലേ. താര അടൂർ സ്റ്റൈല് കപ്പക്കറി വെക്കുന്നുണ്ട് കേട്ടാ. ഞാൻ താരയുടെ വീട്ടിൽ പോയിട്ട് കഴിച്ചതാ. അപ്പോൾ ഇവിടെ വെക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ വെക്കണേട്ടാ. അപ്പോൾ ഞായറാഴ്ചത്തെ ഉച്ചക്കത്തെ ഫുഡ് റെഡി ആയിരുന്നു കേട്ടാ. എന്തൊക്കെയാണ് അപ്പോൾ ഇത് താര സ്പെഷ്യൽ ബീഫ് റോസ്റ്റ്. ഇത് താര സ്പെഷ്യൽ കപ്പ ഉലർത്തിയത്. ഇത് അമ്മച്ചി സ്പെഷ്യൽ ബീഫ് കപ്പയിട്ട് വെച്ചത്. ഇത് ബിനീഷ് പാസ്റ്റി സ്പെഷ്യൽ വെണ്ടയ്ക്ക ഞാൻ വെച്ചതാണ്. ഇത് ബിനീഷ് പാസ്റ്റി സ്പെഷ്യൽ മോര് കറി കലക്കിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ചമോര്. ഇതാരുണ്ടാക്കിയത്? ഈ അച്ചാർ ഞാൻ ഉണ്ടാക്കിയതാ. അപ്പൊ അമ്മച്ചി കുട്ടിക്ക് ആദ്യം കൊടുക്കാം. അമ്മച്ചിക്ക് എന്താ വേണം? ഒരു കപ്പയും ഇറച്ചിയും മതിയാ? ഏതൊക്കെ വേണം അമ്മച്ചിക്ക്? എല്ലാം കുറച്ച് ടേസ്റ്റ് നോക്കാം അല്ലേ? അമ്മച്ചി കൊച്ചുപിള്ളേരെ പോലെ വൈകൂല. കപ്പ അത് സൈഡിലിട്ടിട്ടുണ്ട്, കപ്പയും കറി. പിന്നെ താരമുണ്ട ബീഫ് കഴിച്ചു നോക്ക്. പിന്നെ അമ്മച്ചിക്ക് എന്താ കൊടുക്കണ്ട? മോര് കറി, പച്ചമോര്. പച്ചമോര് തന്നെ വൈറ്റാണല്ലേ ഇത്. ഇടയ്ക്ക് പച്ചയുണ്ടല്ലോ. ഇതേ കയ്യിലേ സ്പൂണായി പോയിട്ട് അല്ല ഒഴുക്കി ചേട്ടാ, അല്ലെങ്കിൽ ഒരുപാട് വീഴും. താരക്ക് എന്തൊക്കെ വേണം? അയ്യോ ഇത് സ്പൂൺ എടുത്തില്ല, ഇനി പോയി എടുക്കാൻ വീഡിയോ കട്ട് ചെയ്യേണ്ടി വരും. ഇതണ്ട വെണ്ടക്ക ബിനീഷ് പാസ്റ്റി സ്പെഷ്യൽ. വെണ്ടക്ക ബിനീഷ് പാസ്റ്റി സ്പെഷ്യൽ. താര സ്പെഷ്യൽ ബീഫ് ഇട്ടേ കുറച്ചിട്ടാ മതി. കുറച്ച് മതി പോലെ. മതി. ഞാനും കുറച്ച്. കപ്പക്കറി വേണ്ടേ? ഫേവറേറ്റ്. കുറച്ച് മതി. കുറച്ചും കൂടി കുറച്ച് മതി. അമ്മച്ചിക്ക് ഇത്തിരി കപ്പക്കറി ഇടേ? കൊള്ളാം. ഇതൊക്കെ അടൂർ സ്പെഷ്യലാണ് ഈ കപ്പ പരിപാടിയൊക്കെ. നമ്മൾ ചോറിനുമ്പോൾ ഈ പരിപാടി ഇല്ല. അവിടെ കപ്പ മീൻകറി, കപ്പ ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്താ അച്ചാർ ഇട്ടാ അമ്മച്ചിക്ക്? അച്ചാർ ഫ്രിഡ്ജിൽ വെച്ചുണ്ട്. ഇത് അമ്മച്ചി ഉണ്ടാക്കിയാണ് അമ്മച്ചി അച്ചാർ. താരക്ക് ഇത് വേണ്ടേ? മോര് വേണ്ടേ? മോര് ഇപ്പൊ വേണ്ട, കാരണം അച്ചാർ കഴിച്ചിട്ട് മോര് കഴിക്കാം. എനിക്ക് വെണ്ടക്ക ഇത്തിരി കൂടി വേണം. ഓക്കെ വെണ്ടക്ക ഓക്കെ. ഇങ്ങനെ വെണ്ടക്ക വെക്കണമെങ്കിൽ ഇഷ്ടം. ഇത് ഞങ്ങൾ കൊച്ചിക്കാർ ഒലത്തെന്നാണ് പറയണത്. ഇത് മെഴുക്കോട്ടി തന്നെ ഒലത്ത്. ബീഫ് നോക്കി താര വെച്ചേക്കണം. ബീഫ് അടിപൊളിയാണ് കേട്ടോ. എന്തെന്ന് പറയണ ബീഫിന് എനിക്ക് വല്ല പേരുണ്ടാ? ബീഫ് റോസ്റ്റ് അടിപൊളി. അപ്പം എനിക്കിത്തിരി മോര് വേണം. ഇപ്പം ഇത്തിരി മോര് മുങ്ങി കിടക്കണം ചോറ്. രണ്ട് ഒഴിക്കണണ്ട. കഴിക്കട്ടെ? കഴിച്ചോ? നീ കഴിച്ചോ? ഇത് താര സ്പെഷ്യൽ കഴിക്കാം അമ്മച്ചി. അമ്മച്ചി മണവാട്ടി വരെ ആരായിരിക്കും മണവാട്ടി? മണവാട്ടി ആരാ അമ്മച്ചി? അമ്മച്ചിയാ? വേണ്ട മോരിങ്ങനെ വെച്ചിട്ട്. അയ്യോ ഞാൻ മറ്റേ കറി എടുത്തില്ല. അമ്മച്ചിയുടെ പ്രശ്നം. മോരും ഇറച്ചിയും വെണ്ടയ്ക്കൊക്കെ വെച്ചിട്ട് സൗണ്ട് ആക്കോട്ടാ. ഒരിക്കലും മടുക്കാത്തൊരു സംഭവമുണ്ട്. ബീഫല്ല പിന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കണത് ഒരിക്കലും മടുക്കൂല.
ആഹാ. ചേട്ടൻ ഭക്ഷണം കഴിക്കുന്നതാണ് ഇവിടെ, കഴിക്കാത്ത ആൾക്ക് കഴിക്കാൻ തോന്നും. കപ്പ വെള്ളം നമ്മുടെ ഇറച്ചി ഇത്തിരി മോശമായതുകൊണ്ട് എന്നാലും കണ്ട് നന്നായിരിക്കണേ. പിന്നെ അച്ചാർ വെണ്ടക്കാത്തോരും എല്ലാം വന്നു കിട്ടിയതാണ്. ഞായറാഴ്ച നമുക്ക് ഇത്തിരി ഇറച്ചിയും അല്ലെങ്കിൽ നമുക്ക് ഞായറാഴ്ച ഇത്തിരി ഇറച്ചി വേണം. പിന്നെ ചിക്കനാ, ചിക്കനാണ് സ്പെഷ്യൽ. നേരത്തെ ഇടയ്ക്ക് മാറി നേരത്തെ നല്ല ഇറച്ചി. അപ്പോൾ ഇന്നലെ ചിക്കനായിരുന്നു. പിന്നെ ചിക്കൻ എടുത്താൽ അത് ചിലവാകില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.